എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ടൊമാറ്റോ ചട്നിയാണ്. നല്ല സ്വാദാണ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാനായിട്ടും. ഇനിയിപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. തക്കാളി ചട്നി തയ്യാറാക്കി എടുക്കാനായിട്ട് ഇവിടെ 6 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കണം. അതിനുശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ അളവിൽ ഉഴുന്നുപരിപ്പ് ചേർക്കാം. ഉഴുന്നുപരിപ്പ് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഉലുവ ചേർക്കണം. ഒരു നുള്ളളവിൽ ചേർത്താൽ മതിയാകും. കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് കൂടെ ചേർക്കണം. ഇവയെല്ലാം നല്ല പോലെ മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 20 കൊച്ചുള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. കൂടെ തന്നെ എരിവിന് ആവശ്യമായ വറ്റൽമുളകും ഒരു ബോൾ വെളുത്തുള്ളിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മുരിയിച്ചെടുക്കാം. വഴറ്റുന്ന ചേരുവകളെ നന്നായിട്ട് മുരിഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം 1 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയാണ് ചേർക്കേണ്ടത്. ഇനിയിപ്പോൾ തക്കാളിയും ചേർത്ത് നല്ലതുപോലെ വീണ്ടും ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. വഴറ്റുന്ന തക്കാളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കണം. വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി വളരെ എളുപ്പത്തിൽ വഴണ്ട് കിട്ടുന്നതിനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേണം വഴറ്റിയെടുക്കാനായിട്ടും. 2 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ച് മൂടി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും മൂടി തുറന്ന് നല്ലതുപോലെ ഇളക്കി ഒന്ന് ഉടച്ചെടുക്കാം. തക്കാളി നല്ലതുപോലെ ഉടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര കൂടി ചേർത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചൂടാറി വരുന്ന താമസം മാത്രമേ ഉള്ളൂ. ചൂടാറി വരുമ്പോഴേക്കും ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് അരച്ചുകൂടി എടുക്കണം. ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോ ചട്നി ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത ചട്നി ഒരു ബൗളിലേക്ക് കൂടെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും വറ്റൽ മുളകും കൂടി ചേർത്തൊന്ന് മൂപ്പിച്ച് ചേർത്താൽ വളരെ സ്വാദിഷ്ടമായ ടൊമാറ്റോ ചട്നി ഇവിടെ റെഡിയാണ്. വീഡിയോ കണ്ട എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.